ജയം എന്നത് ഒരു മെന്റാലിറ്റിയാണ്. വിജയം ധീരന്മാർക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കും. ടീം ഇന്ത്യയുടെ ഈ ആറ്റിറ്റ്യൂഡിന് തീർച്ചയായും ഒരു കൈ കൊടുക്കണം. കാലാവസ്ഥ വിനയ എന്ന തലവാചകമിട്ട് ഓർമ്മകളുടെ ചവറ്റുകുട്ടയിലേക്ക് എടുത്തെറിയപ്പെടുമായിരുന്ന ഒരു ടെസ്റ്റ് മത്സരത്തെ എന്നെന്നും ഓർമ്മിക്കാനുള്ളതാക്കി മാറ്റിയതിന് ഈ ടീം കൈയടി അർഹിക്കുന്നു. വാട്ടർ ഡ്രെയിനേജ് മെഷീനുകളാലും ടാർപോളിൽ ഷീറ്റുകളാലും നനഞ്ഞു കിടന്നിരുന്ന കാൺപൂർ സ്റ്റേഡിയത്തിൽ ഒടുവിൽ രോഹിതും സംഘവും നിറഞ്ഞു ചിരിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് ക്രിക്കറ്റ് കൂടിയാണ്. കൂടെ ബംഗ്ലാദേശിനോടൊരു ടെസ്റ്റ് ജയിക്കാൻ വെറും 2 ദിവസമൊക്കെ ധാരാളമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇന്ത്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ മറ്റൊരു ആധികാരിക ജയം കൂടി നേടുമെന്ന പ്രതീതിയിലാണ് കാൺപൂർ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ 2ാം ടെസ്റ്റിന് അരങ്ങുണർന്നത്. ആദ്യ ദിനം 103 എന്ന നിലയിൽ ബംഗ്ലാദേശ് പൊരുതി നോക്കുന്നു. അതിനിടയിലാണ് വീക്കെൻഡ് ദിവസങ്ങൾ ആഘോഷമാക്കാമെന്ന് കരുതിയ ക്രിക്കറ്റ് ആരാധകർക്ക് മേൽ പേമാരി പെയ്തിറങ്ങുന്നത്. അതോടെ ആദ്യ ദിനത്തിന് തിരശ്ശീല വീണു. വെറും 35 ഓവറുകൾ മാത്രമാണ് ആദ്യ ദിനം എറിഞ്ഞത്. 2ാം ദിനം കണ്ണുകൾ കാൺപൂരിലേക്ക് നീണ്ടെങ്കിലും മഴ തുടർന്നതിനാൽ ഒരു പന്ത് പോലും എറിഞ്ഞില്ല. കംപ്ലീറ്റ് വാഷ് ഔട്ട്. 3ാം ദിനവും ഗ്രൗണ്ട് നനഞ്ഞു കിടന്നു. അതോടെ കാൺപൂർ ഗിൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഡ്രെയിനേജ് സംവിധാനത്തെക്കുറിച്ചും മത്സരം കാൺപൂരിൽ നടത്തിയ സംഘാടകർക്കെതിരെയും വിമർശനങ്ങളുയർന്നു. മനമെടുത്ത ക്രിക്കറ്റ് ആരാധകർ തങ്ങളുടെ കണ്ണുകളെ കാൺപൂരിൽ നിന്നും പിൻവലിച്ചു. 3 ദിവസം കൊണ്ട് വെറും 35 ഓവറുകൾ മാത്രം എറിഞ്ഞു തീർത്തിയ മത്സരം സമനിലയിലേക്ക് തന്നെ എന്ന് എല്ലാവരും വിധി കുറിച്ചു. പുറമേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും ബംഗ്ലാദേശ് താരങ്ങളുടെ ഉള്ളിൽ സമനിലയെന്ന നേരിയ ആശ്വാസങ്ങൾ പടർന്നിരിക്കണം. 4ാം ദിനം കാൺപൂരിന്റെ ആകാശത്തു നിന്നും കാർമേഘങ്ങൾ നീങ്ങിത്തുടങ്ങി. സൂര്യവെളിച്ചം തെളിഞ്ഞു. 101 എന്ന നിലയിൽ മോമിനുൽ ഹക്കും മുഷ്ഫിഖുർ റഹീമും ഗ്രൗണ്ടിലേക്ക് നടന്നു തുടങ്ങി. ഇന്ത്യൻ ബൗളർമാർ കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. ഒരറ്റത്ത് മോമിനുൽ ഹക്ക് സെഞ്ചുറിയുമായി പൊരുതി നോക്കിയെങ്കിലും തീത്തുപ്പിയ ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് ചാരമായി മാറി. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതല്ലാത്ത ഒന്നും സംതൃപ്തി തരില്ലെന്നും ഇന്ത്യൻ താരങ്ങളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാമായിരുന്നു. ലിറ്റൻ ദാസിനെ വായുവിൽ ഉയർന്നു ചാടിപ്പിടിച്ച രോഹിതും ഷാക്കിബിനെ പിറകോട്ടോടിപ്പിടിച്ച സിറാജും ഇന്ത്യൻ വീരത്തിന് എരിവ് പകർന്നു. ബംഗ്ലാദേശ് 233 റൺസിന് പുറത്ത്. 1.25 ദിവസം മാത്രം ബാക്കിയുള്ള ഈ ടെസ്റ്റിൽ ഇനി എന്തു ചെയ്തിട്ടും കാര്യമില്ല. സമനിലയെന്ന് വിധി കുറിക്കപ്പെട്ട മത്സരത്തിന്റെ ചീട്ട് കീറാൻ ഇന്ത്യക്കാകില്ലെന്ന് തന്നെ എല്ലാവരും കരുതി. പക്ഷേ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും കുറിച്ചുവെച്ച സ്ക്രിപ്റ്റ് വേറെയായിരുന്നു. വെറുതെ ടിവിയിൽ സ്കോർ നാക്കാൻ പോയവരിൽ പലരും ഇന്ത്യൻ ഇന്നിംഗ്സ് മൊത്തം കണ്ടാണ് എണീറ്റത്. ആദ്യ ഓവറിൽ തന്നെ 3 ബൗണ്ടറികൾ പായിച്ച് യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയുടെ ആമുഖ പ്രസംഗം നടത്തിയത്. സ്റ്റേഡിയത്തിലെ കാണികൾ സീറ്റുകളിൽ അമർന്നിരുന്നു. പിന്നാലെ 2ാം ഓവറിലെ നേരിട്ട ആദ്യ 2 പന്തും ഗാലറിയിലെ വിരസതയ്ക്ക് മേൽ പറത്തിയിറക്കി രോഹിത് ടീമിന്റെ നയം വ്യക്തമാക്കി. ഗില്ലും കോഹ്ലിയും രാഹുലുമെല്ലാം അത് ഏറ്റുപിടിച്ചു. സ്കോർ ബോർഡ് അതിവേഗം കുതിച്ചു പാഞ്ഞു. 18 പന്തുകളിൽ 50ഉം 61 പന്തുകളിൽ 100ഉം തൊട്ടു. 110 പന്തുകളിൽ 150ഉം 146 പന്തുകളിൽ 200ഉം പിന്നിട്ടു. റൺസ് ഓരോ പോയിന്റിലെത്തുമ്പോഴും സ്ക്രീനിൽ റെക്കോർഡ് അലർട്ടുകൾ തെളിഞ്ഞു. ബംഗ്ലാദേശ് ബൗളർമാരുടെ കണ്ണിൽ പൊന്നീച്ച പാറിച്ച ഇന്ത്യൻ ബാറ്റർമാർ വെറും 34.4 ഓവറിൽ 9 വിക്കറ്റിന് 255 എന്ന നിലയിൽ ലീഡ് ഉയർത്തിയാണ് ആദ്യ ഇന്നിംഗ്സ് മതിയാക്കിയത്. മുന്നിൽ 4ാം ദിനത്തിലെ ഏതാനും ഓവറുകളും ഒരു ദിനവും പിന്നെയും ബാക്കിയുണ്ട്. പക്ഷേ ഇന്ത്യ നടത്തിയ അപ്രതീക്ഷിത കടന്നാക്രമണത്തിൽ തന്നെ ബംഗ്ലാദേശ് വിറച്ചുപോയിരുന്നു. അഗ്രസീവ് ഇന്നിംഗ്സിലൂടെ എതിരാളികൾക്ക് മേൽ ഇന്ത്യ സൈക്കോളജിക്കൽ എഡ്ജ് നേടിയിരുന്നു. 4ാം ദിനം തന്നെ ഷാക്കിർ ഹസനെയും ഹസൻ മഹ്മൂദിനെയും പുറത്താക്കി ഇന്ത്യ വേട്ടയ്ക്ക് തുടക്കമിട്ടു. 5ാം ദിനം ക്യാപ്റ്റൻ ഏൽപ്പിച്ച പണി സ്പിന്നർമാരായ അശ്വിനും ജഡേജയും ഏറ്റെടുത്തു. അവശേഷിച്ചിരുന്നവരെ ജസ്പ്രീത് ബുംറ വന്ന് അരിഞ്ഞിട്ടു. വെറും 146 റൺസിന് ബംഗ്ലാദേശ് പുറത്ത്. ബംഗ്ലാദേശ് കുറിച്ച 94 റൺസിലെത്താൻ ഇന്ത്യക്ക് ഓവറുകളും സമയവും ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. ചടങ്ങുകൾ അവസാനിപ്പിക്കേണ്ട ജോലി മാത്രം ബാക്കി. സമയവും സാഹചര്യവും പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് വിജയങ്ങളിൽ ചേർത്തുവെക്കേണ്ട ഒന്നാണിത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ ഹൈലി അഗ്രസീവായി സമീപിക്കുന്ന ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിക്ക് പോലും സാധ്യമാകാത്ത തരത്തിലുള്ള ഇന്നിംഗ്സാണ് ഇന്ത്യ നടത്തിയത്. ഓവറിൽ 8 മുകളിൽ റൺ റേറ്റിൽ സ്കോറിംഗ് നടത്തിയ ആദ്യ ഇന്നിംഗ്സിലൂടെ തന്നെ ഇന്ത്യ ഹൃദയങ്ങൾ ജയിച്ചിരുന്നു. മത്സരഫലം അതിനൊരു തിലകക്കുറിയായെന്ന് മാത്രം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യക്ക് ചിന്തിക്കാനാകുമായിരുന്നു. റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസക്കുറവ് കാരണം എത്രയോ മത്സരങ്ങൾ നമ്മൾ സമനിലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുന്നിലുള്ളത് ഒരു സൂചിമുനമ്പിന്റെ സാധ്യതയാണെങ്കിലും അതിലൂടെ ഉയരുന്ന വെളിച്ചത്തിൽ പ്രതീക്ഷയർപ്പിക്കുക എന്ന സന്ദേശം കൂടി ഈ ഫലം നമുക്ക് തരുന്നുണ്ട്.